വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ടോപ്പാണ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പഫ് സ്ലീവ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിത് പ്ലീറ്റഡ് സ്കേർട്ടിലേക്ക്, നോർമൽ സ്കേർട്ടിലേക്ക്, അതുപോലെ ജീൻസിക്കൊക്കെ പെയർ ചെയ്യാം. ഞാനിവിടെ ഒരു പ്ലീറ്റഡ് സ്കേർട്ട് വെച്ചിട്ടാണ് ഇത് പെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. 1 മീറ്റർ കോട്ടൻ്റെ മെറ്റീരിയലായിട്ട് എടുത്തിരിക്കുന്നത്. അത് 40 ഇഞ്ചാണ് ഇതിൻ്റെ വിടുത്ത് വരുന്നത്. അത്യാവശ്യം നല്ല വലിയ ക്ലോത്താട്ടോ. ടോപ്പിൻ്റെ പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്ലോത്തിനെ 4 ആക്കി മടക്കി വെച്ചിരിക്കുകയാണ്. ആദ്യം തന്നെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ എന്ന അളവിനെടുക്കുന്ന എൻ്റെ ഒരു ടോപ്പ് തന്നെയാണ് ഇതിനളവിനെടുക്കുന്നത്. എന്നിട്ട് ഇത് എങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അതിന് താഴോട്ടൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ആം ഹോളും ബോഡിയും കൂടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ ടോപ്പിൻ്റെ ലെങ്ത് ആയിട്ട് 15 ഇഞ്ചാണ്, 15 ഇഞ്ചസാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്ര മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു 1 ഇഞ്ച് കൂടെ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുക, തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ ആം ഹോളിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ചും പിന്നെ ബോഡീൻ്റെ അവിടെ ഒരു 1 ഇഞ്ചും എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ നമുക്ക് 2 പോർഷൻ കിട്ടിയിട്ടുണ്ട്, ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും. അപ്പോൾ ബാക്കിൽ നമ്മൾ നോർമൽ നെക്കാണ് ചെയ്യുന്നത്, അപ്പ് സർക്കിളായിട്ട് ചെയ്യുന്നതാണ്. ഫ്രണ്ടിൽ നമ്മൾ വി നെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് പോർഷൻ മാറ്റി വയ്ക്കാം. നമുക്ക് ആദ്യം ഫ്രണ്ട് നെക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ വിടുത്തായിട്ട് എടുക്കുന്നത്, നെക്കിൻ്റെ വിടുത്തായിട്ട് 4 ഇഞ്ചാണ്, 4 ഇഞ്ചാണ് ഇതിൻ്റെ വിടുത്തായിട്ട് എടുക്കുന്നത്. നെക്കിൻ്റെ വിടുത്തായിട്ട് ലെങ്ത് ആയിട്ട് 5.5 ഇഞ്ചാണ് എടുക്കുന്നത്. എന്നിട്ടൊരു വി നെക്കാണ് നമ്മൾ ചെയ്തിട്ടെടുക്കുന്നത്. ഒരു 1/2 ഇഞ്ചോളം വിട്ടിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമുക്ക് നെക്ക് കട്ട് ചെയ്തിട്ട് മാറ്റാം. ഇനി നമുക്ക് ബാക്ക് നെക്കിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ആദ്യം നമ്മളൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക, തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട് ചെയ്ത അതേപോലെ തന്നെ. എന്നിട്ട് ഇതിന് വിടുത്തായിട്ട് 4 ഇഞ്ച് തന്നെയാണ്, 4 ഇഞ്ച് തന്നെയാണ് വിടുത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ താഴത്തോട്ടുള്ള ലെങ്ത് ആയിട്ട് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു സർക്കിള്, നമ്മൾ ഹാഫ് സർക്കിൾ വരയ്ക്കില്ലേ, അതേപോലെ വരച്ചിട്ടെടുക്കാം. നമ്മൾ നോർമൽ നെക്കാണ് ബാക്കിൽ ചെയ്യുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. വേണമെങ്കിൽ വി ചെയ്യാം കേട്ടോ. ഇതൊരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഈ നെക്കൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യണം. അതിനായിട്ട് ഒരു വൈറ്റ് ക്ലോത്ത് എടുത്ത് 2 ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മുടെ ടോപ്പ് പോർഷൻ ഒന്ന് വെച്ച് കൊടുക്കുക, 2 ആക്കി മടക്കിയിട്ട്. എന്നിട്ട് അതിൻ്റെ നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഔട്ടർ സർക്കിളായിട്ട് ഒരു 1.5 ഇഞ്ച് വ്യത്യാസത്തിൽ ഇത് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമുക്ക് എക്സാക്റ്റ് നമ്മുടെ നെക്കിൻ്റെ അതേ അളവിലുള്ളൊരു നെക്കൂടെ കിട്ടും. ഇനി ഈ പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമ്മുടെ ടോപ്പിൻ്റെ നല്ല വശത്താട്ടോ നമ്മൾ ഈ ഒരു എക്സ്ട്രാ കട്ട് ചെയ്ത് പോർഷൻ വെക്കേണ്ടത്. എന്നിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് 1/2 ഇഞ്ച് വിട്ടിട്ടാണ് നെക്ക് മാർക്ക് ചെയ്തത്. കറക്റ്റ് നെക്ക് ലൈൻ കൂടെ തന്നെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, കറക്റ്റ് ആ നെക്ക് ലൈൻ കൂടെ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇനി കുറച്ച് കട്ടിങ്സ് കൊടുക്കണം. നെക്കിൻ്റെ അതിലൂടെ കുറച്ച് കട്ടിങ്സ് കൊടുക്കുക. ഒരു 1 ഇഞ്ച് വിട്ടിട്ട് കട്ടിങ്സ് കൊടുക്കുക. നമുക്ക് എക്സ്ട്രാ വെച്ചിരിക്കുന്ന ഈ ഒരു ക്ലോത്ത് അപ്പുറത്തോട്ട് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, സിമ്പിളായിട്ട് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ കട്ടിങ്സ് കൊടുത്തത്. ഇനി ഈ ഒരു നമ്മൾ ഫോൾഡ് ചെയ്തല്ലോ, ഇനി ഈ നെക്ക് ലൈൻ കൂടെ തന്നെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കണം. നെക്കൊന്ന് ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുക. അപ്പോൾ നെക്ക് ലൈൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എക്സ്ട്രാ വെച്ചിരിക്കുന്ന ക്ലോത്ത് ഒന്നൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ വീഡിയോയിൽ കാണാം അതേപോലെ തന്നെ. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ നെക്കിൻ്റെ ഷേപ്പ് ഉള്ളത് അതേപോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഉള്ളോട്ടാക്കി നീറ്റായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. സിമ്പിളായിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു മെത്തേഡ് ഞാൻ മുന്നേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുക. നമ്മുടെ ബാക്ക് നെക്ക് കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തു. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് നെക്ക് കൂടെ ചെയ്തിട്ടെടുക്കണം. അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ക്ലോത്ത് എടുത്ത് 2 ആക്കി മടക്കിയിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മൾ ടോപ്പ് പോർഷൻ വെച്ച് കൊടുത്തു. നെക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ഒരു 1.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തെടുത്തു. ഇത് കട്ട് ചെയ്തിട്ട് മാറ്റാം. നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ കേട്ടോ.
നമ്മൾ ഈ കട്ട് ചെയ്ത് മാറ്റി നെക്ക് ഇതേ നമ്മുടെ ടോപ്പിൻ്റെ നല്ല വശത്ത് വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തല്ലോ ആ നെക്ക് ലൈൻ കൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇത് കുറച്ചുകൂടി ഈസി ആയിരിക്കും കേട്ടോ വീനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി സെൻറ്ററിൽ മാത്രം ഒന്ന് കട്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്താൽ ഒരുപാട് കട്ട്സ് കൊടുക്കണ്ട, സെൻറ്ററിൽ മാത്രം ഒന്ന് കട്ട് ചെയ്യാം. ഇത് നമ്മളിപ്പോൾ എക്സ്ട്രാ വെച്ച ക്ലോത്ത് അപ്പുറത്തോട്ട് മൊത്തം ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് നെക്ക് ലൈനിൻ്റെ അതിലൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് ഒന്ന് സെക്യൂർ ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ക്ലോത്ത് ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം. ഫ്രണ്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡേഴ്സ് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ടോപ്പിൻ്റെ നല്ല വശം, ബാക്കിൻ്റെ നല്ല വശം, ഫ്രണ്ടിൻ്റെ നല്ല വശം ഒരുമിച്ച് ചേർത്തിട്ട് ഷോൾഡേഴ്സ് ഒന്ന് അറ്റാച്ച് ചെയ്തിട്ടെടുക്കാം. അങ്ങനെ നമ്മൾ ഷോൾഡേഴ്സ് അറ്റാച്ച് ചെയ്തു. ഇനി നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ക്ലോത്തിനെ ഇവിടെ രണ്ടാക്കി മടക്കി വെച്ചിട്ടുണ്ട്. ആദ്യം ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് നോർമലി തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തില്ല, അവിടുന്ന് താഴോട്ടൊരു 5 ഇഞ്ച് മാർക്ക് ചെയ്യുക, ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അത് നീട്ടിയൊന്ന് വരയ്ക്കുക കേട്ടോ, കാരണം നമുക്കത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ നീട്ടിയൊന്ന് വരയ്ക്കാം. ഇനി നമ്മുടെ ടോപ്പിൻ്റെ നമ്മൾ എന്തിനാണോ അളവെടുത്തത് അതിൻ്റെ ആം ഹോൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കറക്റ്റ് 5 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, അവിടെ കൊണ്ട് നമ്മൾ ആം ഹോൾ വയ്ക്കാം. എന്നിട്ട് ഈ ആം ഹോൾ മാത്രം ഒന്ന് മാർക്ക് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ ഒരുപാട് പ്ലീറ്റ്സ് ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ടായിട്ട് 5 ഇഞ്ച് എടുത്തത്. പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് പ്ലീറ്റ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 8 ഇഞ്ചൊക്കെ എടുക്കുക. നമ്മൾ 5 ഇഞ്ച് എടുത്തില്ലേ, അവിടെ ഒരു 8 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആം ഹോളിൻ്റെ അവിടെ 3.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ മേലിൽ നിന്ന് ഇത് ഇങ്ങനെ ഒരു ഷേപ്പിൽ താഴോട്ടൊന്നും ഇങ്ങനെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ മിങ്കിളാവുന്ന രീതിയിലേക്ക് ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ടോട്ടൽ ലെങ്ത്ത് വന്നിട്ട് ഞാനിവിടെ 9 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത്. അപ്പോൾ 9 ഇഞ്ചിൻ്റെ സ്ലീവാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ 9 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ സൈഡ്സിൽ തയ്യൽ തുമ്പിനായിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. സ്ലീവിൻ്റെ ടോട്ടൽ സ്ലീവിൻ്റെ സൈഡിലൊക്കെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ സ്ലീവിൻ്റെ താഴെ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള അതുകൊണ്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സിൽ പ്ലേറ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ എക്സ്ട്രാ എടുത്തിരിക്കുന്ന 5 ഇഞ്ച് ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2 വശത്തും നമ്മൾ ഒരേപോലെ പ്ലേറ്റ്സ് ഇട്ടിങ്ങനെ ഒരുമിച്ച് പോവുക ചെയ്യേണ്ടത്, അല്ല നമുക്ക് ചിലപ്പോൾ തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതേ ഒരു വശത്ത് ഒരു പ്ലേറ്റ് ഇട്ടു, അതേപോലെ തന്നെ അപ്പുറത്തെ വശത്തും കൂടെ പ്ലേറ്റ് ഇടുക. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 2 വശത്തും ഒരേപോലെ നമുക്ക് ഇങ്ങനെ പ്ലേറ്റ്സ് ഇട്ട് പോവാം. നമുക്കിതൊരു 4 പ്ലേറ്റ്സേ കിട്ടുന്നുള്ളൂ ഒരു വശത്ത്, കാരണം നമ്മൾ എക്സ്ട്രാ 5 ഇഞ്ചുകളെ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് 4 പ്ലേറ്റ്സേ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ കുറച്ചുകൂടെ പ്ലേറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 8 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 10 ഇഞ്ചൊക്കെ എക്സ്ട്രാ എടുക്കുക വെച്ചാൽ കുറച്ചുകൂടെ പ്ലേറ്റ്സ് കിട്ടും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പ്ലേറ്റ്സ് ഇടുമ്പോൾ എപ്പോഴും താഴോട്ടാണ് അതിൻ്റെ ഡയറക്ഷൻ വേണ്ടത്. അങ്ങനെ കേട്ടോ നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് പോകേണ്ടത്. മേലോട്ട് ഡയറക്ഷൻ അയച്ചാൽ നമ്മൾ വിചാരിച്ച ആ ഒരു ഡിസൈൻ നമുക്ക് കിട്ടില്ല. പ്ലേറ്റ്സ് നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി പ്ലേറ്റ്സ് ഒന്ന് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കണം. ഒന്ന് സെക്യൂർ ആക്കി നിർത്താൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ പ്ലേറ്റ്സിൻ്റെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്, ഇതേപോലെ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ സ്ലീവിൽ നമ്മളൊരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത സ്ലീവ് കൂടെ റെഡി ആക്കിയിട്ട് എടുക്കാം. നമ്മുടെ 2 സ്ലീവ് കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് നമ്മുടെ ടോപ്പായിട്ട് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ സ്ലീവിൻ്റെ നല്ല വശം ടോപ്പിൻ്റെ നല്ല വശം ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് വീഡിയോയിൽ കാണുന്ന അതേപോലെ തന്നെ നമുക്ക് അറ്റാച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ടോപ്പായിട്ട് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. 2 സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ട് എടുത്തു കേട്ടോ. ഇനി സ്ലീവിൻ്റെ അടിവശം എഡ്ജ് വശം നമ്മളൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ നേരത്തെ, അപ്പോൾ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. സ്ലീവിൻ്റെ അടിവശം നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ടോപ്പിൻ്റെ അടിവശം കൂടെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ടോപ്പിൻ്റെ അടിവശം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഡൗൺ വിഡ്ത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 4.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എൻ്റെ ടോട്ടൽ 9 ഇഞ്ചാണ് കിട്ടുന്നത്. അതിൻ്റെ പകുതി 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു.
അതേപോലെ തന്നെ 2 സ്ലീവിലും മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ടോപ്പിൻ്റെ ബോഡി ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് വീഡിയോ കാണിക്കുന്ന അതേപോലെ തന്നെ 2 സൈഡും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ടോപ്പിൻ്റെ സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സിമ്പിളായിട്ടല്ലേ ചെയ്തിട്ടെടുത്തത്. ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ടും പറഞ്ഞു തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുൾ ആയെന്നൊക്കെ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ആളുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റുള്ളൂ. So guys, thank you so much for watching. See you in the next video. Bye.